ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്രം സീരിയലിന്റെ നമ്മുടെ തമിഴ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പൊ ഞാനിത് തമിഴിലെ ഭാഗമാണ് പറയുന്നത്. നമ്മുടെ മലയാളം പവിത്രത്തിന്റെ സീസൺ 2 ആയിട്ട് വരാൻ പോകുന്ന ഭാഗമാണ് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നലെ നിർത്തിച്ച ഭാഗത്തോടു കൂടി തന്നെ തുടങ്ങാം. അങ്ങനെ വിക്രവും വേദയും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴേക്കും വേദയാണെങ്കിൽ വിക്രത്തിനെ ശത്രുവിനെ പോലെയാണ് കാണുന്നത്. വിക്രം അങ്ങനെ തന്നെയാണ് വേദിനെ വലിയൊരു ശത്രുവായിട്ടാണ് കാണുന്നത്. അത് വേറൊന്നുമല്ല, വിക്രത്തിനടുത്ത് വേദയുടെ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത് വേദ വയറ്റിലിരിക്കുമ്പോ സമയത്ത് തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കി. അത് വിക്രത്തിന്റെ വേദയുടെ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഇല്ലാതാക്കി വേദ എന്നാണ് പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അത് വിക്രം വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ദേഷ്യം വിക്രത്തിന് നന്നായിട്ട് വേദ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വേദ തന്നെയാണ് വീട്ടിൽ ആ കാര്യം പറഞ്ഞു ഏൽപ്പിച്ചത്. എന്നെയോ എന്റെ കുഞ്ഞിനെയോ ആരെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ വേണം എല്ലാവരോടും പറയാനായിട്ട്. എന്റെ മോളെ കാണാനായിട്ട് ആരും വരണ്ട, അവകാശം പറഞ്ഞ് ആരും വരണ്ട. അതാണ് വേദയുടെ ഉദ്ദേശം കേട്ടോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വലിയൊരു കള്ളക്കഥ നമ്മുടെ ശങ്കരനാരായണന് പോലും വിക്രത്തോട് പറഞ്ഞത്. വിക്രത്തിന് അത് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ വേദയെടുത്ത് വല്ലാത്തൊരു ദേഷ്യം തോന്നുവാട്ടോ. പിന്നീട് നമ്മുടെ ആ നാട്ടിലൊരു അമ്പലം ഗവൺമെന്റ് പൂട്ടിപ്പിക്കുകയാണ്. പക്ഷെ വിക്രത്തിന്റെ കൂട്ടുകാരും ചേർന്ന് ആ അമ്പലം തുറക്കാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ വേദ എന്താ ചോദിച്ചാൽ വിക്രത്തിന് കേസ് കൊടുത്തിട്ട് കസ്റ്റഡിയിൽ എടുക്കാണ്, ജയിലിലേക്ക് ഇടാണ്. എന്നിട്ട് പറയണ്ട് കോടതി തീരുമാനിച്ചതാണ് ആ അമ്പലം തുറക്കാൻ പാടില്ല എന്ന്. പക്ഷെ വിക്രം എന്ന് പറഞ്ഞ ഈ ഒരു തെമ്മാടി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വാടക ഗുണ്ട ആ അമ്പലം തുറക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന് തക്ക ശിക്ഷയാണ് അയാൾക്ക് കൊടുക്കേണ്ടത്. ഗവൺമെന്റ് റൂളാണ് ഇയാൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിലേക്ക് പിടിച്ചിടാണ് നമ്മുടെ വിക്രത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ രാധ ഇപ്പൊ പഴയ രാധയല്ല, അഡ്വക്കേറ്റ് രാധയാണ്. അതായത് വിക്രമാണ് രാധനെ പഠിപ്പിക്കാൻ വേണ്ടി പൈസയെ കൊടുത്തിട്ട് ഒരു വക്കീലാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ രാധ എടുത്ത് നമ്മുടെ വിക്രത്തിന്റെ കൂട്ടുകാർ വന്ന് പറയണ്ട്, രാധേ വിക്രത്തിന് ജയിലിൽ അടച്ചിട്ടിരിക്കുകയാണ്. വിക്രത്തിനെ ജയിലിൽ അടച്ചെന്നോ? എന്ത് തെറ്റാ അതിന് വിക്രം ചെയ്തത്? വേറൊന്നുമല്ല, നമ്മുടെ അമ്പലം ഉണ്ടല്ലോ അത് തുറക്കാൻ വേണ്ടി വിക്രം നോക്കി. അത് ആ വേദക്ക് ഇഷ്ടമായില്ല. ഇവിടുത്തെ പുതിയ ജില്ലാ കളക്ടർ വേദയാണല്ലോ, അതിന് വിക്രത്തിനെ കൊണ്ട് ജയിലിൽ ഇടിപ്പിച്ചിരിക്കുകയാണ്. രാധേ, നീ എങ്ങനെയെങ്കിലും വിക്രത്തിനെ പുറത്തിറക്കണം. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. വിക്രത്തോട് ചോദിക്കണ്ടേ, എന്താ വിക്രം, എന്താ കാര്യം? ദേ രാധേ, ഞാൻ ഇതുവരെ ഇതിനടുത്ത് ഒരു കാര്യം ആവശ്യപ്പെട്ടില്ല. ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി പോകാണ്. എനിക്ക് കേസ് ജയിക്കണം. അവളുടെ മുമ്പിൽ തോൽക്കാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. നീ ഈ കേസ് എനിക്ക് ജയിപ്പിച്ചു തരണം വിക്രം. അതിനെ വീട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. നീ ഇതിൽ സൈൻ ചെയ്ത് തന്നാൽ മാത്രം മതി. ഞാൻ എന്തിൽ വേണമെങ്കിലും സൈൻ ചെയ്ത് തരാൻ രാധേ. പക്ഷെ നാളെ കോടതി കൂടുമ്പോ നീ ആ കോടതിയിൽ എന്നെ ജയിപ്പിച്ചിരിക്കണം. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റണം. അവളുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് എനിക്ക് അവളുടെ മുമ്പിലൂടെ നടക്കണം. അവളുടെ മുമ്പിൽ എങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോകും എന്ന് പറയാണ്. രാധ പറഞ്ഞിട്ട്, വിക്രം നീ ഒന്ന് ക്ഷമയോടുകൂടി ഞാൻ പറയണ കേൾക്ക്. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നാളെ നിന്നെ പുറത്തിറക്കിയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വിക്രം കോടതിയിൽ ഹാജരാക്കാണ്. അപ്പൊ വേദ പറയുന്നുണ്ട്, ഇയാള് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇയാള് ഗവൺമെന്റ് റൂൾ ബ്രേക്ക് ആണ് ചെയ്തത്. ഗവൺമെന്റ് സീൽ വെച്ച അമ്പലം ഇയാളെ തുറപ്പിച്ചു. അതിനൊക്കെ തക്ക ശിക്ഷ കൊടുക്കണമെന്ന് പറയാണ്. പക്ഷെ രാധ അവിടെ വേറൊരു പുള്ളിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയണ്ട്, അത് വിക്രമല്ല, ഇയാളാണ് അമ്പലം തുറപ്പിച്ചെന്ന് പറയാണ്. കാരണം വേറൊരാളെ കുറ്റമേൽപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരാണ്. പൈസ കൊടുത്തിട്ട് കുറ്റമേൽക്കാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് രാധ കൊണ്ടുവരുന്നത്. അപ്പോ വേദ പറയണ്ട്, ഇയാളെ അല്ല ഞാൻ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് വിക്രത്തെയാണ്. അപ്പൊ വിക്രത്തിന് എതിരായിട്ട് ആരും ഒന്നും പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാരെല്ലാം തന്നെ പറയണത് വിക്രം അവിടെ വന്നിട്ടേ ഇല്ല. ഇവര് കൊണ്ടുവന്നൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആളുണ്ടല്ലോ, അയാളാണ് അവിടെ വന്ന് അമ്പലം തുറന്നതെന്നൊക്കെ പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കേസ് തള്ളിപ്പോവാണ്. വിക്രത്തിന് കോടതി വെറുതെ വിടാണ്. വിക്രം ജയിച്ച ഒരു ഭാവത്തില് വേദയുടെ മുമ്പിലൂടെ പോകുന്നുണ്ട്. എന്നിട്ട് പറയണ്ടേ, ഈ വിക്രത്തെ തോൽപ്പിക്കാൻ ഒരിക്കലും വേദക്ക് സാധിക്കില്ലെന്ന് മനസ്സിലായില്ലേ? നീ ഒരു കൊലകാരിയാടി, സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കിയ കൊലകാരി. എന്നിട്ട് നീ ഇപ്പോ എന്റെ മുമ്പിൽ വന്ന് ന്യായം പറയുന്നോ? നീ ചെയ്ത തെറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിന്നെ അമ്മിക്കല്ലിനെ അടിക്കാണ് വേണ്ടത്. ഇറങ്ങിപ്പോടി എന്റെ മുമ്പിൽ നിന്ന്. നീ എന്താ വെച്ചത്? ഇന്നത്തെ ദിവസത്തോടെ ഞാൻ ജയിലിൽ കിടക്കുമെന്നോ? ഒരിക്കലും നിന്നെ പോലത്തെ ഒരാൾക്ക് എന്നെ ജയിലിടാൻ സാധിക്കണ്ടേ? വിക്രം ജയിലിൽ കിടന്നിട്ടുണ്ട്, ജയിലിൽ കിടക്കുകയും ചെയ്യും. പക്ഷെ നിന്റെ മുമ്പിൽ തോറ്റ് ഞാൻ ഒരിക്കലും ജയിലിൽ കിടക്കില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വിക്രം അവിടെ നിന്ന് പോവാട്ടോ. വിക്രത്തിന് തൊട്ടു പിന്നാലെ രാധയും പോകുന്നുണ്ട്. രാധ വേദേനെ ഒന്ന് നോക്കുന്നുണ്ട്. വേദ ദേഷ്യത്തിൽ തന്നെ രാധേനെ നോക്കാണ്, രാധ വേദേനെ നോക്കുന്നുണ്ട്. പരസ്പരം അവർ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. പിന്നീട് വേദ വീട്ടിലേക്ക് പോകുവാണ്. വീട്ടിലേക്ക് പോകുന്ന വേദന മോളാണ് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യണത്.
മോള് വേദയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്, അമ്മേ, അമ്മ ചെറുപ്പം മുതൽ എന്നെ പറഞ്ഞു പഠിപ്പിച്ചത് നമുക്ക് അപ്പൂപ്പനില്ല, അമ്മുമ്മയില്ല, അച്ചാച്ചനില്ല, അച്ചാമ്മയില്ല, മാമനില്ല, മാമിയില്ല, കൂടപ്പിറപ്പുകളില്ല, സുഹൃത്തുക്കളില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചത്. പക്ഷെ ഈ നാട്ടില് നമ്മൾ ആന്ധ്രാപ്രദേശിലായിരുന്ന സമയത്ത് ഞാൻ അതൊക്കെ വിശ്വസിച്ചു. പക്ഷെ ഈ നാട്ടിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായമ്മേ, അമ്മക്ക് അച്ഛനും അമ്മയും കൂടപ്പിറപ്പും എല്ലാവരും ഉണ്ടെന്ന്. പിന്നെ എന്തിനാമ്മേ എന്നോട് കള്ളം പറഞ്ഞത്? അമ്മ എന്തിനാ അവരെയൊക്കെ മാറ്റി നിർത്തണത്? എന്താ അമ്മക്ക് അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. അത് കേട്ട വേദക്ക് ദേഷ്യം വരാണ്. നീ ഇത്തിരി പോന്ന കുഞ്ഞാണ്, എന്നിട്ട് നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം ആയോ? അതിനെ മാത്രം നീ വളർന്നോ എന്ന് ചോദിക്കുകയാണ്. അമ്മേ, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോ ചെറിയ ആള് വലിയ ആള് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അറിയേണ്ട കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കണത്. എനിക്ക് നല്ലൊരു മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്നോട് സ്നേഹത്തോട് മാത്രമേ പെരുമാറ്റുള്ളൂ. ഇന്നിവിടെ വന്നല്ലോ അമ്മയുടെ അച്ഛനും അമ്മയുടെ മുത്തശ്ശിയും, അവരൊക്കെ എന്നോട് എന്ത് സ്നേഹമാണ്. എന്തിനാ അമ്മ ഇത്രയും വർഷം അവരിൽ നിന്ന് എന്നെ അകറ്റിയത്? അമ്മ എന്ത് തെറ്റാ അവരോട് ചെയ്തത്? അല്ലെങ്കിൽ അവരാ എന്ത് തെറ്റാ അമ്മ എടുത്ത് ചെയ്തത്? ഞാൻ എന്നിട്ട് പലവട്ടം പറഞ്ഞു, ആവശ്യമായത് നീ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുതെന്ന്. നോക്ക്, നീ അതിനുള്ള പ്രായം നിനക്കായിട്ടില്ല. നിനക്കൊരു സമയത്ത് പ്രായമാകുമ്പോ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നിന്നോട് പറയും, അല്ലാതെ നീ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഇപ്പൊ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ മോള് പറയുന്നുണ്ട്, അമ്മേ, അതിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായം കൂടുതലുണ്ടെന്നോ കുറവുണ്ടെന്നോ നോക്കേണ്ട കാര്യമില്ല. ചില വലിയ വലിയ ആൾക്കാർക്ക് പോലും ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത അവസ്ഥയില്ലേ? പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് മനസ്സിലാകും. അതുകൊണ്ട് അമ്മയുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് അമ്മ എന്നോട് പറ എന്ന് പറയാണ്. ആ സമയത്ത് വേദക്ക് ദേഷ്യം വേണം, അല്ലെങ്കിൽ തന്നെ എനിക്ക് തലക്ക് പ്രാന്ത് പിടിച്ചിരിക്കാ മോളെ. അതിന്റെയൊക്കെ നീ കൂടി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്ന് പറയണേ. ശരിയാമേ, നമുക്ക് ഇവിടുന്ന് പോകാം, അത് തന്നെയാ നല്ലത്. ആന്ധ്രാപ്രദേശിലുള്ള സമയത്ത് നമ്മൾ എത്രമാത്രം സന്തോഷത്തോടെ സ്നേഹത്തോടെയാ നിന്നത്. ഇവിടെ വന്നപ്പോ അമ്മയുടെ സ്വഭാവം ആകെ മാറി. അമ്മക്ക് എപ്പോഴും ദേഷ്യമാണ്. എന്നോട് സംസാരിക്കാൻ പോലും അമ്മക്ക് സമയമില്ല. അമ്മ ആകെ മാറി. നമുക്കിവിടെ നിൽക്കണ്ട, നമുക്ക് ആന്ധ്രാപ്രദേശിൽ തന്നെ പോകാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും വേണ്ട. എന്നോട് മുമ്പത്തെ പോലെ അമ്മ സ്നേഹത്തോടെ പെരുമാറിയാൽ മതി. ഇപ്പൊ അമ്മ ഒന്നും എന്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല. അങ്ങനത്തെ അമ്മേനെയല്ല എനിക്ക് വേണ്ടത്, പഴയ അമ്മേനെയാ. നമുക്ക് ആന്ധ്രാപ്രദേശത്തിന് തിരിച്ചു പോകാമേ എന്ന് മോള് പറയുമ്പോ വേദ പറയുന്നുണ്ട്, മോളെ, അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു പോകാൻ പറ്റില്ല. ഗവൺമെന്റ് ആണ് എന്നെ ഇങ്ങോട്ടേക്ക് നിയമിച്ചത്. ആ ഗവൺമെന്റ് എപ്പോ ഇവിടുന്ന് പോകാൻ പറയണോ അപ്പോഴേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും. മോൾക്ക് ഞാൻ ഒരു കാര്യം മാത്രം പറയാം, അവിടെ നമ്മൾ എങ്ങനെയാണെന്നോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ജീവിച്ചാൽ മതി. മോൾക്ക് ഞാനും എനിക്ക് മോളും മാത്രം മതി. കേട്ടല്ലോ? ശരി അമ്മേ, ഇനി ഒരിക്കലും ഞാൻ അമ്മയുടെ വിഷമിക്കുന്ന തരത്തിൽ ഒന്നും ചോദിക്കില്ല. എന്നോട് ക്ഷമിക്കും അമ്മേ. ഇനി ഒരിക്കലും അമ്മ പറയണതല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് ഒന്നും ചോദിക്കില്ല. ഇത് ഞാൻ തരുന്ന വാക്കാണ് എന്ന് മോള് പറയാണ്. അത് കേൾക്കുമ്പോ വേദക്ക് കുറച്ച് സമാധാനം ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ മോൾ അങ്ങനെ ഇങ്ങനെയൊന്നും വിടത്തില്ല. വേദ എന്തിനാണ് വീട്ടുകാരെ അകറ്റി നിർത്തിയേക്കുന്നത്? വീട്ടുകാരെ എന്തിനാണ് വേദന സ്നേഹിക്കാൻ വരുമ്പോ വേദ തള്ളി മാറ്റുന്നത്? തന്റെ അച്ഛൻ ആരാണ്? അച്ഛൻ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചുപോയോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി മോൾ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗം ഞാൻ അടുത്ത റിവ്യൂ ആയിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഇത് ഞാൻ തമിഴിലെ റിവ്യൂ ആണ് പറയുന്നത്, ഉണ്ടാക്കി പറയണമെന്നല്ല. തമിഴിലെ ഒറിജിനൽ എപ്പിസോഡ് 3 എപ്പിസോഡ് കണ്ടിട്ടാണ് ഒരു ഒറ്റ റിവ്യൂ ആയിട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാഗം വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. പവിത്ര സീസൺ 2 വരുന്നവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിവ്യൂ പറയേണ്ടത് വെച്ചിട്ട് തമിഴിലെ സീസൺ 2 ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.